Namaskaram, welcome to yet another episode of Edu Talk, sponsored by Edu World International. We have a conversation with Alvina. Namaskaram, Alvina. നമസ്കാരം. ആൽവിന ഒരു ഡോക്ടറാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. റഷ്യയിലാണ് MBBS പഠിച്ചത്. ആൻഡ് നൗ ഷീ ഈസ് ഹിയർ വിത്ത് us. ഹായ്. ഹായ്. I'm sure it has been a really long journey അല്ലേ? Yes, indeed. പല കടമ്പകൾ താണ്ടി ആൻഡ് സക്സസ്ഫുള്ളി ഇപ്പോഴാ ഹൗസ് സർജൻസി എത്തി നിൽക്കുന്നു. ആൻഡ് ഇനി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അല്ലേ FMGA എന്ന ആ ഒരു കടമ്പ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. കടന്നു. അതിന്റെ ലൈസൻസ് എക്സാം വളരെ വിജയകരമായിട്ട് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർഷത്തെ ഹൗസ് സർജൻസി കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലൈസൻസ് ലഭിക്കുന്നു. പിന്നെ നാട്ടിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ബിക്കോസ് അതൊരു ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ ഡെഡിക്കേഷനും വിൽ പവറും ഹാർഡ് വർക്കും ഇതിൻ്റെ എല്ലാം കൂടി സമന്വയിച്ചു കൊണ്ടുള്ള അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ആൻഡ് അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. MBBS എന്നൊരു സ്വപ്നം എപ്പോഴായിരുന്നു അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞത്? MBBS ആക്ച്വലി അങ്ങനെ ഒരു മൊമെന്റിൽ തോന്നിയിട്ടുള്ളൊരു തോന്നലല്ല. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ മൈൻഡിൽ വന്നു. നമ്മൾ പറയട്ടെ, ഇപ്പൊ ഈ ആരൊക്കെ ഇരുന്ന് പറഞ്ഞു തരാന്നൊക്കെ പറയുന്ന പോലെ മൈൻഡിൽ അങ്ങനത്തെ ഒരു തോന്നൽ വന്നു. അങ്ങനെ പോയി. പിന്നെ അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ LKG വെച്ചിട്ട് എന്നെ അമ്മയെ ഫാൻസി ഡ്രസ്സ് ചെയ്യിപ്പിച്ചത് ഡോക്ടറായി. അപ്പൊ അതില് ഒരു ഡോക്ടറായിരുന്നു അന്നേരം. ഈ പറയുന്ന ഞങ്ങളുടെ ഫാമിലി പീഡിയാട്രീഷ്യൻ ഉണ്ട്. അപ്പൊ പുള്ളിയുടെ സ്റ്റെത്ത് തന്നു വിട്ടു പ്രോപ്പർട്ടി ആയിട്ട്. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ ആ ഒരു വീട്ടിലൊരു സാധനം പിടിക്കുന്നു, കാണാൻ നല്ല രസമുണ്ട്. മനസ്സിലായിരുന്നു സ്റ്റെത്താണെന്ന് മനസ്സിലായി. ഞാൻ കുറച്ച് ഭയങ്കര ഡോക്ടീവ് ആയിട്ടുള്ള ആളായിരുന്നു. എന്നെ കാണിക്കാൻ മുമ്പ് തന്നെ നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് തന്നു വിട്ടതാണ് സ്റ്റെത്ത്. അപ്പം അന്ന് നല്ല കുഞ്ഞല്ലേ, ഇതിന്റെ ലെങ്ത് നമ്മളത് ഭയങ്കര ഇന്റർവ്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ആ ഒരു തോട്ടപ്പക്കരി ഇത് കൊള്ളാലോ, കാരണം ഈ എനിക്ക് കുക്കിംഗ് സെറ്റ് സാധനങ്ങളായിരുന്നില്ല, മെഡിക്കൽ സെറ്റ്സ് കാര്യങ്ങൾ. ഡോക്ടർ സെറ്റ് ആയിരുന്നു എന്റെ മെയിൻ ഐറ്റം. ഇഞ്ചക്ഷൻ വെക്കുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചെറുതില് താല്പര്യമാണ്. അപ്പൊ അതുപോലെ എന്റെ അപ്പാപ്പനുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പറ്റി വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറ്റൊക്കെ ആണെങ്കിൽ പോയിട്ട് ആദ്യം ഡ്രസ് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അതൊക്കെ എൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഇഷ്ടം വന്ന് അങ്ങനെ അങ്ങ് പോയതാ. പിന്നെ അതിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയി തുടങ്ങി. പിന്നെ വേറെ അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ്. എൻ്റെ അനിയനെ എൻ്റെ മമ്മി ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ, അപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ, അച്ഛൻ പുറത്താ. അപ്പൊ ഞങ്ങള് മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ ഞാൻ ബേസിക്കലി അന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വെക്കേഷൻ സമയം. അപ്പൊ രാവിലെ എണീക്കുക, എൻ്റെ ഒരു ആന്റി ഉണ്ട് അവിടെ റിസപ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ റിസപ്ഷനിൽ പോവാ, മോർണിംഗ് ഡ്യൂട്ടി അതാണ്. ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് നിൽക്കുക, നഴ്സസ് സ്റ്റേഷനിൽ പോവുക, ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ റൂമിൽ പോവുക. പിന്നെ ആ ഒരു OBG ഡിപ്പാർട്ട്മെന്റിൽ ഫുൾ ഇങ്ങനെ ഈവനിങ് ആകുമ്പോൾ പ്രഗ്നന്റ് വുമൺ നടക്കാൻ പറയും. അപ്പൊ എനിക്കാണ് ഈ ഡ്യൂട്ടി. ഞാൻ ഇങ്ങനെ പോയി നടത്തിക്കുക. അങ്ങനെ അമ്മ മാത്രല്ല, ബാക്കി എല്ലാ റൂംസിലും എല്ലാരും. മമ്മിക്ക് ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള ഡെലിവറി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 3 months മമ്മി ഹോസ്പിറ്റലൈസ്ഡ് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ലേബർ റൂമിൽ പോവാ, വേറെ ബൈസ്റ്റാൻഡേഴ്സ് ആരും ഇല്ല. സോ ഞാൻ തന്നെയാണ് അവിടുത്തെ ബൈസ്റ്റാൻഡർ. അപ്പൊ പോവാ, അന്നത്തെ പണ്ടത്തെ സാറ്റലൈറ്റ് ഫോൺ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ പിടിച്ച് പോവുക, അവിടെ അകത്ത് കയറുക, ലേബർ റൂമിൽ അകത്ത് കയറുക, അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ വന്ന എൻവയോൺമെന്റ് ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആണ്. അങ്ങനത്തെ ഒരു LKG അല്ല, ഒരു കിൻഡർ ഗാർട്ടൻ തൊട്ടുള്ള മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. അത് പിന്നെ ഒരു ഫോക്കസായി മേ ബി ഒരു +1 +2 ആയപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായിരുന്നു ആ സമയത്ത് ചെയ്ത പ്രിപ്പറേഷൻ? എന്തായിരുന്നു? ഞാൻ ആക്ച്വലി 10th കഴിഞ്ഞിട്ട് ബോർഡിങ്ങിൽ പോയി, കോട്ടയത്ത് പാല. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് നീറ്റ് കഴിഞ്ഞു, നീറ്റ് ക്വാളിഫൈ ചെയ്തു. പക്ഷെ നമുക്ക് വേണ്ട റാങ്ക് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആ ടൈമില് നമ്മൾ എസ്പെഷ്യലി 10th കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് പറയല്ലോ, അതായത് ബയോമാക്സ് എടുക്കുക, അതാകുമ്പോ നമുക്ക് എഞ്ചിനീയറിംഗ് എനിക്ക് ആ ടൈമിലൊക്കെ എഞ്ചിനീയറിംഗ് മെഡിസിൻ ഇത് മാത്രമേ ഉള്ളൂ, കൺസിഡറേഷൻ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ്
എന്നുള്ളൊരു ഇതില്ല, എനിക്ക് മെഡിസിൻ മാത്രം മതി, ഓൾറെഡി ഇതാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രം മതി. അപ്പൊ അങ്ങനെ അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബയോമാക്സ് തന്നെ എടുത്തിട്ടില്ല ഞാൻ കമ്പ്യൂട്ടർ വിത്ത് സയൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എടുത്തു പോയി. അപ്പൊ അത് കഴിഞ്ഞ് നീറ്റ് എഴുതി, നീറ്റ് ക്വാളിഫൈ ആയി. പക്ഷെ നമുക്ക് വേണ്ട റാങ്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിങ്ങനെ ഫിനാൻസ് ഒക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ആക്ച്വലി ഇവിടെ നമുക്ക് പ്രൈവറ്റിൽ മാനേജ്മെന്റ് ചെയ്യുന്നതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല രീതിക്ക് ബുദ്ധിമുട്ടാണ്. അത് അത്രമേൽ ബേർഡനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ വേണ്ട, അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ള മൈൻഡിൽ ഇരിക്കുക. റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകണം. പക്ഷെ പുറത്ത് പോകുന്നൊരു ഐഡിയ ഒന്നും ആ ടൈമിലില്ല. ആരെങ്കിലും മുൻപ് പോയിട്ടുണ്ടോ? എന്റെ ആന്റി ഉണ്ട്, ആന്റി, പക്ഷെ അത് കുറച്ചും കൂടെ മുമ്പാണ്, സീനിയർ ആണ്, നല്ല ടൈമുണ്ട്. 90s ഒക്കെ പോയ ആളാണ്, റഷ്യയിൽ തന്നെയായിരുന്നു MBBS ചെയ്തത്. പക്ഷെ അപ്പൊ അവര് അത്യാവശ്യം നല്ല വെൽ ഓഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്നത് അതാണ്. MBBS എന്ന് തന്നെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രീമാണ്. അപ്പോൾ അതൊരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അഫോർഡബിൾ മാത്രമല്ല, ഇത് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു ഇതൊക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രൈവറ്റിലെ നാട്ടിൽ പോകാൻ പറ്റില്ല, പിന്നെ അങ്ങനെ അബ്രോഡ് പോകും, ഭയങ്കര റേറ്റ് അല്ലേ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് നിൽക്കുമ്പോൾ വളരെ ദൈവനിശ്ചയം പോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നു, എജുവൽ കൺസൾട്ടൻസി. അങ്ങനെ കണ്ട് അങ്ങനെ പോയി. ഫസ്റ്റ് ടൈം എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഒരു കൺട്രീനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ചെന്നു ആൻഡ് അവിടെ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരൊറ്റ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ, ഫെഫു, അത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു പോവാം അങ്ങനെ രീതിക്ക്. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസും നമ്മുടെ തീർച്ചയായും ഏജൻസിയുടെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണ് റഷ്യയിലെ ഫെഫുവിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ശരിക്കും ഈ ഒരു ജേർണിയിൽ പ്രത്യേകിച്ചും MBBS 6 വർഷം അവിടെ പഠിച്ചു. ഒരു 6 വർഷ പഠനകാലത്തെ ആ ഒരു യാത്രയിൽ ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് ഫേസ് ആയിട്ട് തോന്നിയൊരു സമയം അല്ലെങ്കിൽ സംഗതി എന്തൊക്കെയായിരിക്കും? ദിസ് ഇറ്റ്സെൽഫ് ഒരു കടമ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളവിടെ പോയി ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ അത് പല രീതിക്ക് വരും. നമ്മളുടെ ഫാമിലി വൈസ്, ഫിനാൻഷ്യൽ വൈസ്, നമ്മളുടെ പിന്നെ നമ്മൾ പഠിത്തത്തിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന ഒരു 6 വർഷത്തെ ഗ്യാപ്പാട്ടോ, 6 വർഷം തൊട്ടിട്ട് ഞാനിപ്പോ നിൽക്കുന്ന പോയിന്റ് വരെ എല്ലാ ടൈമിലും ഓരോരോ ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതിപ്പോ പുറത്ത് പോയി പഠിച്ചത് മാത്രമല്ല, ഇവിടെ പഠിച്ചാലും അത് വരും. പക്ഷെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി എക്സ്ട്രാ ആയിട്ട് വരുന്ന കാരണം നമുക്ക് ഒരുപാട് ബേർഡൻസ് ഉണ്ട് ഓൾറെഡി. ലോൺ കാര്യങ്ങള്, ഫാമിലി, ബീങ് എ ഫസ്റ്റ് ചൈൽഡ്, അത് ഒരു പെൺകുട്ടി, അങ്ങനത്തെ കുറെ കൺസേൺസ് നമുക്ക് വരും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ഇയർ ആരെ അറിയില്ല, ആരെയും ഭാഷ അറിയില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം വന്ന് ഇവിടെ ഓടി പോകണമെങ്കിൽ ആരുമില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പൊ തൊട്ട് നമ്മുടെ ലൈഫ് മാറുകയാണ്. കാരണം പുറത്തുനിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 18 ആയി കഴിഞ്ഞാൽ യു ആർ എൻ അഡൽട്ട്. അവർ അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യും. അതെ, തീർച്ചയായും. അപ്പൊ അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു വലിയ ഫാക്ടർ അല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ലവ്ലി ആൻഡ് അത്രയും കുട്ടികളെ കേപ്പബിൾ ആകാനായിട്ടുള്ള ചാൻസും കുറവ് വരുന്നുണ്ടായിരുന്നു. നല്ലതാണ് മോശമാണ് എല്ലാവരും. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് ചെല്ലുന്നു. ഇത്രയും നാളും വീട്ടിലുണ്ടായിരുന്ന ആൾക്കാരോ ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് നമ്മൾ തന്നെത്താൻ എല്ലാം ചെയ്യണം. അത് നമ്മുടെ ഒരു കംഫർട്ട് സോണ് പുറത്തു വരുന്ന ഒരു രീതിയാണ്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു ഷെല്ല് ക്രാക്ക് ആവുന്ന ഫസ്റ്റ് പോയിന്റ്. അതാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ MBBS പഠിക്കുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ ഒരു അബ്രോഡ് സ്റ്റഡീസ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ നീറ്റ് എക്സാമിനൊക്കെ ശേഷമാണ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ്. ആൻഡ് നമുക്ക് അധികം സമയം കളയാനും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ റഷ്യയിൽ ഫെഫു ചൂസ് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ പോകുന്നതിന് മുൻപ് നമ്മുടേതായ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണമല്ലോ. ആ സമയത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു? പെട്ടെന്ന് നാട്ടിൽ നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് പോവുകയാണ്, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവസ്ഥ? ഇതിനെക്കുറിച്ചൊക്കെ എന്തായിരുന്നു ആ സമയത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു? അത് ആക്ച്വലി ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ആ ടൈമിൽ അങ്ങനെ അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി ഒരു എൻ്റെ ലോണ്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര
ബേർഡൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര കൺസേൺ ആണ്. അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റും നടക്കുന്ന ഒന്നും തന്നെ ഞാൻ അറിയുന്ന പോലുമില്ല. അപ്പം ഞങ്ങള് ഇവിടെ വന്ന് ജോലിയിൽ സംസാരിച്ചു. യൂണിവേഴ്സിറ്റി ഫിക്സ്ഡ് ആണ്. ഓക്കെ, ആ ഫസ്റ്റ് ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ പുറത്തു പോവാണ്. പിന്നെ നമ്മൾ എനിക്ക് ശരി ഇത് നടക്കുവോ? നടക്കാൻ വഴിയില്ല. കാരണം നമ്മള് മറ്റേ സ്കൂൾ ബസ് കയറി സ്കൂളിൽ പോകുന്ന ഒരു ലാഘവത്തോടെ നമുക്ക് പോകാൻ പറ്റില്ല. ഇത്രയും മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ നമ്മൾ പോകണം. അങ്ങനെ അതൊന്നും ഇപ്പൊ പേരൻസിനെ മിസ് ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളോ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പുതിയൊരു സ്ഥലമാണ്, ആരും അറിയില്ല, ഇതൊന്നും ചിന്ത വന്നിട്ടില്ല. ബിക്കോസ് എനിക്ക് കുറെ ഈ ലോണിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഓടുക. ഈവൻ ഞാൻ ആ ഫ്ലൈറ്റ് കയറുമ്പോൾ പോലും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഞാൻ റഷ്യക്ക് പോവും എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ അത് അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് മാറി വേറെ ഏതെങ്കിലും രാജ്യത്ത് ലാൻഡ് ചെയ്ത് വിചാരിച്ചു? അല്ല, അങ്ങനെ വിചാരിച്ചിട്ടല്ല. അതായത് ഞാൻ ഒരു ഡോക്ടർ ആവാനായിട്ട് അല്ലെങ്കിൽ MBBS പഠിക്കാൻ വേണ്ടി റഷ്യക്ക് പോകും എന്നൊന്നും, അല്ലെങ്കിൽ എന്റെ വിസ റെഡി ആയിട്ടുണ്ടോ, ലിറ്ററലി പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ പാസ്പോർട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു, ഇനീഷ്യൽ കുറച്ച് പേയ്മെന്റ് ചെയ്തു എന്നുള്ളതല്ലാണ്ട് ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് എൽസ് ഓൺ ദാറ്റ്. അതായത് എന്റെ വിസ അടിച്ച് വന്നോ കാര്യങ്ങൾ എന്തായാലും ഒന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. നോട്ട് ബിക്കോസ് എന്റെ പേരൻസ് അത് ഫോളോ അപ്പ് ചെയ്യുന്നോണ്ടല്ല, എന്റെ വീട്ടിലെല്ലാം ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്യാം. പക്ഷെ ആ ടൈമിൽ ഞാൻ ഈ പറഞ്ഞ ബാങ്കുകൾ കയറി നടക്കുകയാണ്, അതാവോ ഇതാവോ മനസ്സിലായി. അപ്പൊ ഒരു പോയിന്റ് എത്തി വേറെ ഐ വാസ് കൺഫർമേഷൻ എനിക്ക് കിട്ടിയില്ല, ഇത് നടക്കില്ല. പക്ഷെ അങ്ങനെ സമയത്ത് എന്റെ ഏജന്റ് ഉണ്ട്. അപ്പൊ സാറ് വിളിച്ചിട്ട് പറഞ്ഞു ടേക്ക് ഓഫ് പാർട്ടി ഉണ്ട്, വരണം, തൃശ്ശൂർ ലുലു കൺവെൻഷനിലാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ വരുന്നേ, എനിക്കിതൊന്നും ആയിട്ടില്ലല്ലോ. ഇല്ല, നീ വാ, ഫുഡ് ഫ്രീ ആയിട്ട് വിചാരിച്ചു. ദാസനും വിജയനും ദുബായി പോയതുപോലെയാണ് അതുപോലെ. അതാ പറഞ്ഞ എന്റെ എല്ലാവരും ഫ്ലോയിൽ അങ്ങ് പോവും. അപ്പൊ ഞാൻ ഫ്രീ ഫുഡ് കിട്ടും, നീ വായോ. ശരി എന്നാ പോവാം, വെറുതെ ദിവസം ഇരിക്കല്ലേ. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയനുമായിട്ട് ഇവന്റ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി അവിടെ ചെന്നു. അപ്പൊ നമുക്കിങ്ങനെ വലിയ സ്റ്റേജ് കാര്യങ്ങളൊക്കെ, എന്നിട്ട് നമുക്ക് വൈറ്റ് കോട്ട് തന്നു, സ്റ്റെത്ത് തന്നു, സ്വന്തമായിട്ട് സ്റ്റെത്ത്. അപ്പൊ രണ്ടാമത്തെ തവണയാ. ആദ്യത്തെ തവണ നമ്മൾ മറ്റേ ഫാൻസി ഡ്രസ്സിന് കയറിയപ്പോഴും പിന്നെ വൈറ്റ് കോട്ട് തരുമല്ലോ. അപ്പൊ നമുക്ക് വൈറ്റ് കോട്ടൊക്കെ ഇട്ട് തന്നോണ്ടേ വൈറ്റ് കോട്ടൊക്കെ ഇതെല്ലാം അപ്പൊ കിട്ടി. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴും പിന്നെ അവിടെ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി ഇരുത്തി എല്ലായിടത്തേക്കും പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം റഷ്യക്ക് പോകുന്ന ആൾക്കാർ, അതും സ്പെസിഫിക്കലി ഫെഫൂലേക്ക് പോകുന്ന ആൾക്കാരെ മാറ്റിയിരുത്തി ഇന്ന ദിവസത്തെ ട്രാവൽ ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ട്രാവൽ ഡേ എടുത്തു. അപ്പൊ എനിക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് സെപ്റ്റംബർ ആയി. അത് കഴിഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ സാറിനോട് ചോദിക്കുന്നുണ്ട്. സാർ പറഞ്ഞു നീ വാ, ചില്ലാവ്, വാ പോവാം എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ എത്തി എൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് എന്തെങ്കിലും പാക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സും വേറെ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ഡ്രസ്സ്, 2-3 ബുക്സ്, 2-3 പേന, അതൊക്കെ എടുത്ത് നമ്മൾ ആ ടെൻഷനില്ല, എന്താവാൻ പോണേ, ടിക്കറ്റ് ആയിട്ടില്ല, പാസ്പോർട്ട് കയ്യിലില്ല, സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ നിന്ന് കൊടുത്തത്, ഒന്നും ആയിട്ടില്ല, അറിയില്ല. എന്നാലും രണ്ടും കളിപ്പിച്ച് എയർപോർട്ടിൽ പോയി. വീടിന്റെ അടുത്താ. അപ്പൊ പിന്നെ എന്തായാലും പോയി നോക്കാം, കയറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരാലോ എന്നുള്ള മൈൻഡിലാണ് പോണേ. ഗഫൂർക്ക് വന്നു. അതെ, അങ്ങനെ പറയാം. അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുക. അപ്പോൾ ചുറ്റുമുള്ള എല്ലാ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായി ഞങ്ങൾ. അപ്പം എല്ലാവരും ഫാമിലി കരയുന്നു, വിഷമിക്കുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു സെറ്റ് വേറെ, ഫ്രണ്ട്സ് എല്ലാവരും കൂട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, കാര്യങ്ങൾ അത് വേറെ. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അനിയനും എൻ്റെ അപ്പാപ്പനുണ്ട്, ഞങ്ങൾ 4 പേരും ഒരു മൂല ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സാറ് വന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ട് പാസ്പോർട്ടൊക്കെ ആക്കിയിട്ട് ഒരു ഫയൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതിനകത്തെല്ലാം ഉണ്ട്, ജസ്റ്റ് കയറിയാൽ മതി. ഓക്കെ, ശരിക്കും അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പം എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് ടൈം ആ ഒരു ദൈവത്തിനെ നമ്മൾ ചില മനുഷ്യരിൽ കാണുന്നൊക്കെ പറയില്ല, ആ ഒരു മൊമെന്റ് ആയിരുന്നു അത്. പിന്നെ എനിക്കിങ്ങനെ ബായ് ഒന്നും പറയാനുള്ള സമയം കിട്ടിയില്ല, പെട്ടെന്ന് കയറി പോകുമായിരുന്നു. ഇപ്പൊ കയറിയില്ലെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ കയറ്റിയില്ലെങ്കിലോ, അങ്ങനെ കയറി. അതെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ശ്രീലങ്ക ടു ബീജിംഗ് ടു വ്ളാഡിവോസ്റ്റോക്ക്, ആ ഒരു ഫുൾ റൂട്ടൊക്കെ നമ്മൾ പോയി. എല്ലാവരും എക്സൈറ്റഡാ, കാരണം നമ്മളൊരു വേറെ കൺട്രിയിലത്തെ എയർപോർട്ടിൽ ഇറങ്ങുന്നു, ഭയങ്കര എക്സൈറ്റ്മെന്റാ. പക്ഷെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല, ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇത് ശരിക്കും സ്വപ്നമാണോ റിയാലിറ്റി ആണോ, നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ചെന്നു അപ്പൊ അത് തന്നെ ഫസ്റ്റ് ഒരു വ്ളാഡിവോസ്റ്റോക്ക് ഇറങ്ങുമ്പോ തന്നെ ഇറങ്ങി വേറൊരു കൺട്രി ഇറങ്ങി എന്നുള്ളൊരു ഇതായി. അത് ഫസ്റ്റ് വിദേശയാത്രയായിരുന്നോ? അല്ല, ഞാൻ മുമ്പ് പുറത്താണ്, ദുബായിലാണ്. അപ്പൊ ഞാൻ പോകുന്നുണ്ടായിരുന്നു. അത് അങ്ങനത്തെ പേടിയോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇത് റിയലി പോസിബിൾ ആവുകയാണ്. ബിക്കോസ് ഞാൻ പഠിക്കാൻ പോകുന്നതും ഇതാണ്, MBBS ആണ്. അതൊക്കെ നടക്കുന്നുണ്ടോ, വേറൊരു കൺട്രി പോയി പഠിക്കുകയാണോ, അത് നമ്മളിങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പോയിന്റിൽ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഫാറാണെന്ന് തോന്നുന്നൊരു ഡ്രീം പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് ഇങ്ങനെ തന്നു. അപ്പൊ അതിന്റെ ഒരു അവിശ്വസനീയമായ ഒരു അനുഭവം, മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അത് ഫസ്റ്റ് നോർമലായി എനിക്കത് അറിയാം.
എല്ലാം കഴിഞ്ഞു. ഇത് എനിക്ക് നോർമൽ അവസരം തന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ നമ്മളെ പറഞ്ഞപ്പോൾ ഗൈഡ് ചെയ്യുമ്പോഴും പറയും ഇതാണ് യൂണിവേഴ്സിറ്റി, ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നു, വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നോക്കും ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റി, ഫുൾ എല്ലാം അവൈലബിൾ ആവുന്ന ഒരു ക്യാമ്പസ്, ഭയങ്കര ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റൽ, ഇതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ നാട്ടിൽ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളതാണ്. അത് നമ്മളിങ്ങനെ ഈ 10 പേരുള്ള ഒരു റൂം നാട്ടിൽ നിന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ 10th ടൈമിൽ നിന്നത് പോലും 4,000 റുപ്പീസിനാണ് നിന്നത്. 4,000-5,000 റുപ്പീസിനാണ് നിന്നത് ഇൻക്ലൂഡഡ് ആയിട്ട്. പക്ഷെ ഞങ്ങൾ 10 പേരുടെ റൂമാണ്. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെ 2 ഷെയറിംഗ് റൂമിന് 3,600 റൂബിൾസ് മാത്രമേ ഉള്ളൂ. നമുക്കതൊന്നും ഇതൊക്കെ ഇവര് പറയും പ്രൊമോഷൻ റൂബിൾസ്. അപ്പോൾ ഇന്ത്യൻ മണി ഒരു 4,000 ഓൾമോസ്റ്റ് വാല്യൂ സെയിം ഇന്ത്യൻ മണി. അപ്പൊ നമ്മൾ നോക്കും ഇതൊക്കെ ചുമ്മാ ഒരു ഇത് പറയുന്നതാണ്, പ്രൊമോഷന് വേണ്ടി പറയുന്നതാണ്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ എന്റെ കൺസേണിൽ ഇപ്പൊ ഹോസ്റ്റൽ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പൊ MBBS ആണല്ലോ പഠിക്കുന്നത്, അത് പഠിച്ചാൽ മതി, അവിടെ ചെന്നിട്ട് എന്തോ ആക്കാം.